ഹേ ഗൈസ്, ഇന്നൊരു ശനിയാഴ്ചയാണ്. സമയം ഇപ്പം രാവിലെ 7 മണിയായിട്ടേ ഉള്ളൂ. നമ്മളിപ്പോൾ ഉള്ളത് കൂർഗ് ഹൈവേയിലാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ ഒരു പാലമുണ്ട്. ആ പാലം കടന്നാൽ പിന്നെ കർണാടകയായി. പാലം കടന്ന ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റ് കടന്നാൽ പിന്നെ കർണാടകയായി. നമ്മൾ കർണാടകയിലേക്കല്ല പോകുന്നത്, കാരണം ഇന്ന് നമ്മുടെ വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു സാധനം പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. പെയ്ഡ് പ്രൊമോഷനൊന്നുമില്ല, പക്ഷേ ഏതൊരു മിഡിൽ ക്ലാസ് റൈഡറിനും അത്യാവശ്യം വീക്കെൻഡ് ഗെറ്റവേ ഒക്കെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റാണ് ഇത്. ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനൊരു കഥയുണ്ട്. എനിക്ക് ലൈസൻസൊക്കെ കിട്ടിയിട്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കയ്യിലൊരു ബൈക്ക് വരുന്നത്. അത് ബജാജ് വിക്രാന്ത് ആയിരുന്നു. നന്നായി ഓടി തഴഞ്ഞ ഒരുപാട് പണിയുള്ളൊരു ബൈക്കായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തെ ചോരത്തിളപ്പിന് ആ ബൈക്കും കൊണ്ട് ഞാൻ പോകാത്ത സ്ഥലങ്ങളില്ല. ശരിക്കും നമ്മുടെ ഈ വീസ്ട്രോമിനും കൊണ്ട് പോകുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ആ ബജാജും കൊണ്ട് പോയിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ രാവിലെ ബാംഗ്ലൂരിൽ നിന്ന്, അതായത് ഞാൻ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയ സമയത്ത് നമ്മുടെ വിക്രാന്തിന് ഒരു എൻജിൻ പണി കിട്ടി. ആ പണിയെടുത്ത് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് രാവിലെ ഒരു 5 മണിക്കാണ് ഞാൻ അവിടെ നിന്ന് പുറപ്പെട്ടെ. പുലർച്ചെ വിട്ട സമയത്ത് അവിടെ നിന്ന് നല്ല മഴ തുടങ്ങി. എന്തായാലും അവിടെ നിന്ന് വിട്ടു, ഇനി ലേറ്റാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മഴയിൽ നനഞ്ഞിട്ട് വണ്ടി ഓടിക്കാൻ തുടങ്ങി. കുറച്ച് ദൂരം, അതായത് ഒരു 1.5 മണിക്കൂർ ഓടിച്ചപ്പോഴേക്ക് എൻ്റെ കൈ ശരിക്ക് ഉണ്ടോയെന്ന് അറിയാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് എത്തി. വലത്തെ കൈ ആക്സിലേറ്ററിന് വിടാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. പക്ഷേ ഇടത്തെ കൈ ഞാൻ എപ്പോഴും എൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിലിട്ടിട്ട്, ഒരു കട്ടിയുള്ള ജാക്കറ്റ് ഉണ്ടായിരുന്നു, ആ ജാക്കറ്റിൻ്റെ പോക്കറ്റിലിട്ടിട്ട് ഇടത്തെ കൈ എപ്പോഴും വാമാക്കി വെക്കും. അപ്പം ലെഫ്റ്റ് ഹാൻഡിന് കുഴപ്പമില്ല. പിന്നെ ഗിയറൊന്നും മാറ്റേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് എനിക്ക് ലെഫ്റ്റ് ഹാൻഡ് അധികം യൂസ് ചെയ്യേണ്ടി വന്നില്ല റൈഡ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ കുറച്ച് കൂടെ മുന്നോട്ടെത്തിയപ്പോൾ എനിക്ക് വലത്തെ കൈ ഉണ്ടോയെന്ന് ഫീൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ ആക്സിലേറ്റർ പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ എനിക്ക് വണ്ടി നിർത്തിയേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തി. ആ സമയത്താണ് ഞാൻ ഈ ആക്സിലേറ്റർ ലോക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ എന്ന് ആലോചിച്ച് തുടങ്ങിയത്. പക്ഷെ അന്നേരം ഒന്നും എനിക്കിത് കിട്ടിയില്ല. ഞാൻ ലോക്കൽ ഷോപ്പിലൊക്കെ ചോദിച്ചു, ഈ സാധനം എവിടെയും അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ സാധനം ഇതാണ്. നമുക്കിപ്പോൾ ധനുഷ്കോടി പോയ സമയത്ത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തൊരു പ്രൊഡക്റ്റാണിത്. കാരണം 400 കിലോമീറ്റർ നമുക്ക് കണ്ണെത്താ ദൂരത്തോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന ഹൈവേ ആണ്. വേറെ ഒന്നും ചെയ്യാനില്ല, ഗിയർ മാറ്റാനുമില്ല, ഒന്നും ആലോചിക്കാനുമില്ല. ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ട് അങ്ങ് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വണ്ടി തനിയെ അങ്ങ് ഓടിക്കോളും, നമ്മൾ വണ്ടിയിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും. അങ്ങനത്തെ ഒരു ഹൈവേ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഹൈവേയിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സാധനമാണ് ഒരു ക്രൂയിസ് കൺട്രോൾ എന്നുള്ളത്. ഫ്ലാഷ് ബാക്ക്. ധനുഷ്കോടി വരാൻ പ്ലാൻ ചെയ്തപ്പോൾ ഞാനെടുത്ത ഏറ്റവും ബെസ്റ്റ് ഡിസിഷനാണ് ഈ സാധനം. കാരണം അല്ലെങ്കിൽ കൈയും കൂടെ ടയർഡാവുമായിരുന്നു. അപ്പോൾ ക്രൂയിസ് കൺട്രോളുള്ളൊരു വണ്ടി നമ്മളെപ്പോലുള്ള റൈഡേഴ്സിന് ഇപ്പം നിലവിൽ, അതായത് എൻ്റെ കാര്യം പേഴ്സണലി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ക്രൂയിസ് കൺട്രോളുള്ളൊരു വണ്ടി വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട് എന്നല്ലാതെ എപ്പോൾ വാങ്ങുന്നു ഫിക്സഡായിട്ട് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഒട്ടുമിക്ക ആൾക്കാരും ആ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷനിലായിരിക്കും കറൻലി ഉണ്ടാവുക. ഡേ ടു ഡേ ലൈഫിൽ 10 കിലോമീറ്റർ 15 കിലോമീറ്റർ ഡെയിലി ഓടിക്കുന്ന റൈഡറാണ് നിങ്ങളെങ്കിൽ, അതായത് വർക്കിനൊക്കെ പോകുമ്പം വണ്ടി ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവില്ല. പകരം ഒരു വീക്കെൻഡ് ഗെറ്റവേ 40-50 കിലോമീറ്റർ മിനിമം ഓടിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, ഒരു സൺഡേ ഒക്കെ അത്യാവശ്യം ഒരു റൈഡൊക്കെ പോകണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് വേണ്ട സ്പീഡ് 60 കിലോമീറ്ററിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ 60 കിലോമീറ്ററിൽ സ്പീഡ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സാധനം ജസ്റ്റ് മുന്നിലോട്ടാക്കിയിട്ട് ലോക്ക് ചെയ്താൽ വണ്ടി ആ സ്പീഡ് പോയിക്കോളും. നമ്മുടെ വീസ്ട്രോമിനെ എണീച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ബാറിലേക്കുള്ള റീച്ച് വളരെ കുറവാണ്. നമുക്ക് ആക്സിലേറ്റർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഒന്ന് കുനിയേണ്ടി വരും. ഈ സാധനം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പം ഇത് ലോക്ക് ചെയ്ത് വെച്ചിട്ട് എഴുന്നേറ്റ് നിന്നാൽ കംപ്ലീറ്റായി എഴുന്നേറ്റ് നിന്നിട്ട് നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഫിക്സിങ് വളരെ സിമ്പിളാണ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ സാധനം ഇത്രയും സിമ്പിളാണ്. ഇതെങ്ങനെ ഫിക്സ് ചെയ്യുന്നതെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാ വണ്ടിക്കും, ഒട്ടുമിക്ക എല്ലാ വണ്ടിക്കും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഈ സ്ക്രൂ ഇതിലൂടെ ഇടുക, എന്നിട്ട് കൈ കൊണ്ട് തന്നെ ടൈറ്റ് ചെയ്താൽ മതി. സാധനം റെഡിയായി. ഇത് നമ്മൾ മുന്നോട്ട് പുഷ് ചെയ്താൽ ആക്സിലേറ്റർ ലോക്കാവും. നമുക്ക് സിമ്പിളായിട്ട് ബാക്കോട്ട് പുഷ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ വെറുതെ സാധാരണ ഓടിക്കുന്ന സമയത്ത് ഈ സാധനം വാങ്ങിയിട്ട്
ട്രാഫിക്കൊന്നും അങ്ങനെ ചെറിയ ചെറിയ റൈഡ് പോകുമ്പോൾ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. വണ്ടി ഓടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി ഫ്രണ്ടിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് വന്നാലോ ഒരു കുന്ന് വരുന്ന സമയത്തോ നമ്മളറിയാതെ തന്നെ നമ്മൾ ഗിയർ ഡൗൺ ആക്കും, ത്രോട്ടിൽ കൊടുക്കും, നമ്മളറിയാതെ തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്യും. ചില സമയത്ത് നമ്മളത് ചെയ്തതുപോലും ഓർമ്മയുണ്ടാവില്ല. അപ്പം അത്രയും സബ് കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന പോലെ തന്നെ ഈ സാധനവും നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ട്രെയിൻ ചെയ്യണം. അപ്പോൾ അത് വണ്ടിയിൽ വെച്ചതിന് ശേഷം ഇതുപോലുള്ള ഓപ്പൺ റോഡ് കിട്ടുമ്പോൾ ചെറുതായിട്ട് ഇതൊന്ന് ലോക്ക് ചെയ്യുക. എന്നിട്ട് ഇത് എങ്ങനെ അൺലോക്ക് ചെയ്യാമെന്നൊന്ന് നോക്കുക. സ്വന്തം ട്രെയിനിങ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഒരു 3-4 തവണ നിങ്ങൾ ഓടിക്കുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടും. പക്ഷേ എന്നിട്ട് പോലും ഞാൻ തന്നെ ഒരു 2 ദിവസം ഈ സാധനം വെച്ച് ഓടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ധനുഷ്കോടി പോകുന്ന സമയത്ത് ഹൈവേയിൽ ഒരു 70-80 ക്രൂസ് ചെയ്യുമ്പം നമുക്ക് ഫ്രണ്ടിൽ പെട്ടെന്നൊരു ട്രാക്ടർ ക്രോസ് ചെയ്തു. ട്രാക്ടർ പെട്ടെന്ന് മുന്നിൽ വന്ന സമയത്ത് ഞാൻ പാനിക്കായി. കാരണം വണ്ടി ഓടിക്കുന്നത് ഞാനാണെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ ഞാൻ എൻ്റെ തലക്കുള്ളിലായിരുന്നു. അത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്തൊന്നും എൻ്റെ ഓർമ്മയിലേ ഇല്ല. കാരണം ഒരു ഹൈവേ ഹിപ്നോസിസ് മോഡലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ട്രാക്ടർ വന്ന സമയത്ത് എനിക്ക് സബ് കോൺഷ്യസ്ലി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ ചെയ്തു. ഈ ഒരു സാധനം ഉണ്ട് എന്ന് എൻ്റെ മൈൻഡിലുണ്ട്, പക്ഷേ ഇതൊന്നും ചെയ്യാൻ വേണ്ടി എനിക്ക് പറ്റിയില്ല. ഞാൻ ഫ്രണ്ട് ബ്രേക്കും ബാക്ക് ബ്രേക്കും മാത്രം പിടിച്ചു, ക്ലച്ചും പിടിച്ചു. ആക്സിലേറ്റർ അങ്ങനെ ലോക്കായി കിടന്നു. അപ്പോൾ ആ ഒരു വണ്ടിയുടെ ആ ഒരു മുരൾച്ച വന്നു പെട്ടെന്ന്. എന്നിട്ട് വണ്ടി നിർത്തി പെട്ടെന്ന് തന്നെ കീൽ സ്വിച്ച് ഓഫാക്കി. അതിന് ശേഷമാണ് ഇത് ഡിസ്മാൻഡിൽ ചെയ്യണം എന്നുള്ളൊരു തോട്ട് തന്നെ എൻ്റെ മൈൻഡിൽ വന്നത്. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മൊത്തത്തിൽ കൺഫ്യൂഷനായിരുന്നു. ഈ ഒരു സാധനം കൂടെ, ഇതിൻ്റെ വർക്കിംഗ് കൂടെ നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ സഡൻ ബ്രേക്കിങ്ങിലൊക്കെ നമുക്ക് യൂസ്ഫുൾ ആവുള്ളൂ, അല്ലെങ്കിൽ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.